നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ചാവിയുടെ ലക്ഷ്യം ഇന്നലെ പൂർത്തിയായിരിക്കുന്നു. അദ്ദേഹം കളിക്ക് മുമ്പ് പറഞ്ഞിരുന്നു രണ്ടാം സ്ഥാനം ഉറപ്പിക്കുക, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടുകൂടി സൂപ്പർ കപ്പിന്റെ ഫിക്സർ വ്യക്തമാവുകയും ചെയ്തിരിക്കുന്നു. ലാലിഗ മത്സരത്തിൽ ഇന്നലെ റയോ വെല്ലക്കാനോയെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് FC ബാഴ്സലോണ പരാജയപ്പെടുത്തുമ്പോൾ ഇരട്ട ഗോളുകളാണ് പെഡ്രി അടിച്ചത്. 3 മിനിറ്റിന്റെ ഇടവേളയിലായിരുന്നു ആ 2 ഗോളുകൾ വന്നത്. പിന്നെ ലെവൻഡോസ്കിയുടെ ഗോൾ ഉണ്ട്. അങ്ങനെ തകർപ്പൻ ജയം തന്നെ അവർ സ്വന്തമാക്കിയിരിക്കുകയാണ്. ലാലിഗയിലെ 2ാം സ്ഥാനം അവർ ഉറപ്പിക്കുകയും ചെയ്തു. റോബർട്ട് ലെവൻഡോസ്കിയും റാഫീഞ്ഞയും ലാമിൻ യമാലും ലോപ്പസും ഒക്കെ ചേർന്നുകൊണ്ടാണ് ആദ്യ 11 അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 3ാമത്തെ മിനിറ്റിൽ തന്നെ ലെവൻഡോസ്കിയിലൂടെ ബാഴ്സലോണ ലീഡെടുത്ത് കഴിഞ്ഞിരുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് ബാഴ്സ മുന്നിലായിരുന്നു. 2ാം പകുതിയിൽ 72ാമത്തെ മിനിറ്റിലും 75ാമത്തെ മിനിറ്റിലുമായിട്ട് പെഡ്രി 2 ഗോൾ അടിച്ചു കയറ്റിയതോടെ തകർപ്പൻ ജയം തന്നെ അവർ സ്വന്തമാക്കി. ചാവിയുടെ കണ്ടിന്യൂറ്റിയെ കുറിച്ചുള്ള തർക്കങ്ങൾ ഒരു ഭാഗത്ത് വരുമ്പോൾ ടീം മികച്ച വിജയം നേടിയത് അദ്ദേഹത്തിന് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. 37 കളികളിൽ നിന്ന് 82 പോയിന്റായി ഇപ്പോൾ ബാഴ്സക്ക്. 2ാം സ്ഥാനം അവർ ഉറപ്പിച്ചു. 37 കളികളിൽ നിന്ന് 78 പോയിന്റ് ജിറോണക്കുള്ളൂ. ഏതായാലും ഇതോടുകൂടി ഇത്തവണത്തെ, അതായത് 2025 നടക്കാൻ പോകുന്ന സ്പാനിഷ് സൂപ്പർ കപ്പിന്റെ ആ ഒരു ഫിക്സർ വ്യക്തമായിരിക്കുകയാണ്. റയൽ മാഡ്രിഡിന്റെ എതിരാളികളായിട്ട് വരുന്ന മയോർക്കയാണെങ്കിൽ അത്ലറ്റിക് ക്ലബ്ബ് ആണ് FC ബാഴ്സലോണയുടെ എതിരാളികളായിട്ട് വരാൻ പോകുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.